രാവിലെ തന്നെ ഞങ്ങൾ 3 പേരുടെ ഹാപ്പി ആയിട്ട് രാവിലത്തെ ട്രെയിൻ പിടിക്കാൻ വേണ്ടി പോവുകയാണ്. ചേട്ടൻ നമ്മളെ റെയിൽവേ സ്റ്റേഷനിലോട്ട് ഡ്രോപ്പ് ചെയ്യും. അപ്പോൾ അതിന് വേണ്ടി പോവുകയാണ്. അപ്പോൾ ഞങ്ങൾ 3 പേരൂടെയാണ് പോകുന്നത് ട്രിവാൻഡ്രത്തോട്ട്. അപ്പോൾ എൻ്റെ കുഞ്ഞമ്മയുടെ മകൻ്റെ കല്യാണമാണ് നാളെ. അപ്പോൾ ഞങ്ങളിങ്ങനെ കുറേ നാളായിട്ട് ഇങ്ങനെ കാത്തിരുന്ന ഡേറ്റ് ഇങ്ങനെ മാർക്ക് ചെയ്ത് വെച്ചിരിക്കുമായിരുന്നു. അപ്പോൾ കനിയൊക്കെ ഇപ്പോൾ വെക്കേഷൻ ആയതുകൊണ്ട് പിള്ളേർക്കെല്ലാം എൻജോയ് ചെയ്യാൻ പറ്റി. ഇനി ഒരു കല്യാണം കൂടെ ഉണ്ട്. ഞങ്ങൾക്കെല്ലാം ഈ കല്യാണങ്ങൾ വരുമ്പോഴാണല്ലോ നമുക്ക് വീട്ടിലോട്ട് പോകാനും നമ്മുടെ എല്ലാവരുമായിട്ടും നല്ല കൂടാനൊക്കെ പറ്റുന്നത്. അതാണ് നമ്മുടെ കല്യാണ ചെറുക്കൻ. ഞങ്ങൾ ചെന്നപ്പോഴത്തേക്കും അവൻ്റെ ഫ്രണ്ട്സൂടെ എല്ലാവർക്കും ഉച്ചത്തുള്ള ഭക്ഷണമൊക്കെ വിളമ്പിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ ചെന്നതിന് എല്ലാവരും അവിടെ എല്ലാവരും ബന്ധുക്കളെല്ലാം അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കുറച്ച് ലഗേജൊക്കെ കുറച്ച് എടുത്തുകൊണ്ട് വന്നു. അപ്പോൾ ഓർണമെൻറ്റ്സ് മേക്കപ്പ് അതൊന്നും മേടിച്ചില്ലായിരുന്നു. ഇവിടെ വന്നിട്ട് മേടിക്കാമെന്ന് ഇങ്ങനെ വിചാരിച്ചു. അങ്ങനെ ഞാനും അശ്വതിയും കൂടെ പിന്നെ അത് കഴിഞ്ഞ് നമ്മുടെ തിരുവനന്തപുരം രാമചന്ദ്രൻ ടെക്സ്റ്റൈൽസാണ് നമ്മുടെ മിക്ക സാധനങ്ങൾ നിങ്ങൾ മേടിക്കുന്നത്. പിന്നെ പോത്തീസിലും പോവും. എന്നാലും എനിക്ക് സാധനങ്ങളൊക്കെ ഇപ്പോൾ രാമചന്ദ്രൻ തന്നെ കിട്ടി. അങ്ങനെ ഞങ്ങളതൊക്കെ മേടിച്ച് തിരിച്ച് വന്നിട്ട് പിന്നെ ഞങ്ങൾ വൈകിട്ടത്തെ റിസപ്ഷൻ എന്ന് വെച്ചാൽ പെൺകുട്ടിയുടെ വീട്ടിലെ റിസപ്ഷനാണ്. അപ്പോൾ 2 പേരും ഞങ്ങളുടെ റിലേഷൻ തന്നെയാണ്. അപ്പോൾ അവിടെ നിന്നും നമുക്ക് ക്ഷണം ഉള്ളത് കൊണ്ട് അങ്ങോട്ടും വൈകിട്ടൊന്ന് അവിടെയും ഒന്ന് പോകാമെന്ന് കരുതി ഞങ്ങളെല്ലാവരും കൂടെ വൈകിട്ടത്തേക്ക് അങ്ങോട്ട് പോവുകയാണ്. അങ്ങോട്ട് പോകുമ്പോൾ പിന്നെ എപ്പോഴും നമ്മൾ ട്രിവാൻഡ്രത്ത് നിന്ന് കഴിഞ്ഞാൽ പിന്നെ പ്രവീണിൻ്റെ വണ്ടിയിലാണ് പോകുന്നത് എല്ലായിടത്തും. അങ്ങനെ ഇതുവഴി പാസ് ചെയ്ത് പോയപ്പോൾ നമ്മുടെ നെയ്യാറ്റിൻകര കൃഷ്ണൻ കോവിൽ കണ്ടപ്പോഴത്തേക്കും ഇങ്ങനെ പഴയ കാര്യങ്ങളൊക്കെ ഓർമ്മ. പണ്ട് അച്ഛൻ ഞങ്ങളെ അവിടെ കൊണ്ടുവന്നു. അച്ഛൻ ഇവിടെ നെയ്യാറ്റിൻകര KSRTCയിലൊക്കെ ആയിരുന്നു ജോലി ചെയ്തിരുന്നത് കൂടുതൽ സമയം. അപ്പം നമ്മുടെ അമ്മൂൻ്റെ മോള് എൻ്റെ കസിൻ്റെ മോളാണ്. അവൾ ബാംഗ്ലൂരിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ എല്ലാവരെയും നമുക്ക് കാണാം. നമുക്ക് കല്യാണം കഴിഞ്ഞൊക്കെ പിള്ളേരൊക്കെ നമ്മളെല്ലാവരും ഒന്നിച്ച് കളിച്ച് വളർന്നവരെല്ലാം പല സ്ഥലത്താണ്. ഇപ്പോൾ എല്ലാവരും ഇങ്ങനെ ഒരു ഫംഗ്ഷൻ വരുമ്പോഴാണ് എല്ലാവരും തിരിച്ചു വരുന്നത്. അപ്പോൾ പിള്ളേർക്ക് അവിടെ എൻജോയ് ചെയ്യാനുള്ള എല്ലാ സംഭവവും അവിടെ ഉണ്ടായിരുന്നു. വീട്ടിൽ ഓഡിറ്റോറിയത്തിൽ നല്ലൊരു കൺവെൻഷൻ സെൻ്റർ ആയിരുന്നു. നമുക്ക് നല്ല സ്പേഷ്യസ് ആയിരുന്നു. അപ്പോൾ അവിടെ നല്ലൊരു ഫോട്ടോ ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നു അവരുടെ. പിന്നെ അവർ പിള്ളേർ ഡാൻസ് കളിക്കുന്ന സംഗീത നൈറ്റിനുള്ള ആ ഫംഗ്ഷൻ്റെ അതൊക്കെ സ്ക്രീനിൽ ഇങ്ങനെ കാണിക്കുന്നുണ്ടായിരുന്നു. അവരുടെ ഡ്രസ്സൊക്കെ നല്ല അടിപൊളി ഡ്രസ്സൊക്കെ ആയിരുന്നു. നമ്മുടെ കസിൻസൊക്കെ ഉണ്ടായിരുന്നു. നമ്മളവിടെ കൂടെ ഇരുന്ന് കുറച്ച് നേരം ഇരുന്ന് സംസാരിച്ചിട്ട് ഫോട്ടോ ഒക്കെ എടുത്ത് നമ്മളങ്ങനെ കുറച്ച് നേരം അവിടെ അങ്ങനെ സ്പെൻഡ് ചെയ്യും. നമുക്ക് നല്ലൊരു ടൈം അവിടെ സ്പെൻഡ് ചെയ്യാനും പറ്റി കേട്ടോ. നമ്മൾ ഇച്ചിരി നേരത്തെ ചെന്ന് പിന്നെ നേരത്തെ വരണമായിരുന്നു ചെന്നിട്ട്. പിന്നെ നമ്മൾ നാളത്തേക്കുള്ള ഒരുക്കങ്ങളും ഉണ്ടല്ലോ. പിന്നെ ഫുഡൊക്കെ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. നമുക്ക് കഴിക്കുന്നതിനൊക്കെ ഒരു ലിമിറ്റ് ഉണ്ടല്ലോ. എന്നാലും ആദ്യത്തെ സ്റ്റെപ്പ് ഞങ്ങളെല്ലാം ഇച്ചിരിയൊക്കെ മേടിച്ചു. എന്നാലും പിള്ളേർക്കൊക്കെ ഇഷ്ടപ്പെടാൻ വേണ്ടിയിട്ട് അവിടെ നല്ല കളർ പൊട്ടുകൾ, ചുവന്ന കളർ പൊട്ട് അങ്ങനെയൊക്കെ. അപ്പോൾ അഹാനയ്ക്കൊക്കെ അതാണ് ഇഷ്ടപ്പെട്ടത്. അഹാന എന്ന് പറഞ്ഞാൽ എൻ്റെ മോളുടെ പേരാണ്. അവളുടെ പേര് കനിന്ന് വിളിക്കും, അഹാന. അപ്പോൾ ആ കനി ചെന്നിട്ട് കളർ പൊട്ടും അതിൻ്റെ രസവട അതൊക്കെ നമുക്കിവിടെ കിട്ടാത്ത ഐറ്റംസാണ്. രസവടയൊക്കെ അതൊക്കെ ട്രിവാൻഡ്രത്ത് മാത്രം സ്പെഷ്യലായിട്ടുള്ള സാധനമാണ്. അപ്പോൾ അതൊക്കെ മേടിച്ച് കഴിക്കുന്നുണ്ടായിരുന്നു അവൾ. അപ്പോൾ അവർ നല്ല എൻജോയ് ചെയ്തു. നമ്മൾ കുറച്ച് നേരം പിന്നെ അതൊക്കെ കണ്ട് അടിച്ച് പൊളിച്ചിട്ട് പിന്നെ ഞങ്ങൾ വീട്ടിലോട്ട് വന്ന് നാളത്തേക്കുള്ള ഒരുക്കങ്ങൾ വേണമല്ലോ. അപ്പോൾ രാവിലെ തന്നെ വണ്ടി പോകുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞങ്ങളെല്ലാവരും ബസ്സിൽ പോകാമെന്ന് തന്നെ വിചാരിച്ചിരിക്കുവാണേ. എല്ലാവർക്കും വണ്ടി കാറും ഒക്കെ ഉണ്ട്. എന്നാലും ഒന്നിച്ച് പോകുമ്പോൾ ഉള്ളൊരു സന്തോഷമില്ലല്ലോ, പാട്ടൊക്കെ പാടി ഒന്നിച്ച് പോകുന്നതല്ലേ. അപ്പോൾ ഞങ്ങൾ വീട്ടിൽ ചെന്നിട്ട് വേണം ഇനി അതിൻ്റെ ഒരുക്കങ്ങൾ തുടങ്ങാം. എന്തായാലും അത് രാവിലെ എണീറ്റിട്ട് എല്ലാവരും നേരത്തെ തന്നെ ഡ്രസ്സ് ചെയ്തു. 10 മണിക്ക് മുന്നേ അവിടെ എത്തണമായിരുന്നു. അപ്പോൾ അതിന് 8 മണിക്ക് തന്നെ ഞങ്ങളെല്ലാവരും ഡ്രസ്സ് ചെയ്ത് നേരെ അവിടെ പോയപ്പോഴത്തേക്കും പയ്യൻ്റെ വീട്ടിലായിട്ട് നമ്മൾ ആദ്യം ചെന്ന് അവിടെ ചെന്ന് കണ്ട് എല്ലാവരും എന്തായി ഒരുക്കമെന്നൊക്കെ നോക്കി അവിടെ എല്ലാവരും ഒരുങ്ങുന്നേ ഉള്ളായിരുന്നുള്ളേ. അപ്പോഴത്തേക്കും നമ്മുടെ കല്യാണ ചെറുക്കൻ ഒരുങ്ങി അവിടെ സുന്ദര കുട്ടപ്പനായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അവൻ്റെ കൂടെ കുറച്ച് നേരം ഫോട്ടോസൊക്കെ എടുത്ത് ഇച്ചിരി നേരം അവിടെ സ്പെൻഡ് ചെയ്തിട്ട് പിന്നെ അവരവിടെ ദക്ഷിണ വാങ്ങലും ഫോട്ടോ സെഷനും ഒക്കെ നടക്കുന്നു. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചിട്ട് പതുക്കെ നടന്ന് നമുക്ക് നമ്മുടെ ബസ്സിലോട്ട് ചെന്നിരിക്കാം. നല്ലൊരു AC ബസ്സൊക്കെ ആയിരുന്നു. അപ്പോൾ അതിനകത്ത് നമ്മൾ എല്ലാവരും നമ്മുടെ എല്ലാ ബന്ധുക്കളും അതിനകത്തുണ്ട്. അപ്പോൾ നമുക്ക് അവരുടെ ഇരുന്ന് ഹാപ്പി ആയിട്ട് പാട്ടൊക്കെ പാടി പോകുന്നതിൻ്റെ സന്തോഷം വേറെയാണ്. അപ്പോൾ ഞങ്ങൾ അവിടെ നേരത്തെ അങ്ങ് പോയി ടാറ്റ ബൈ ബൈ ഒക്കെ പറഞ്ഞ് അവിടെ വെച്ച് കാണാമെന്നൊക്കെ പറഞ്ഞു പോയി. ഞങ്ങൾ പോയി വണ്ടിയിൽ പോയി അങ്ങ് സീറ്റ് പിടിച്ചു. പിന്നെ അവിടെ പാട്ടും ബഹളമൊക്കെ ആയിരുന്നു. പിന്നെ അവർ നേരത്തെ വണ്ടി എടുക്കുന്നതിന് മുന്നേ ഞങ്ങളെല്ലാവരും സീറ്റ് പിടിക്കാമെന്നുള്ളത് പിന്നെ ചൂടൊക്കെ ആയിരുന്നു വണ്ടിക്കകത്ത്. പിന്നെ ഞങ്ങൾ ആ ചേട്ടൻ്റെ അടുത്ത് പറഞ്ഞപ്പോഴത്തേക്കും പുള്ളി നല്ല മനസ്സുള്ളൊരു ഡ്രൈവറായിരുന്നു. പുള്ളി നമുക്ക് AC ഒക്കെ ഇട്ട് തന്നു. അങ്ങനെ ഞങ്ങൾ എൻജോയ് ചെയ്തിരുന്നു. അപ്പോൾ എല്ലാവരും ഒക്കെ വന്നു തുടങ്ങില്ല, സീറ്റൊക്കെ വേക്കൻ്റാണ്. അപ്പോൾ ഞാൻ ചെന്ന ഉടനെ ഫോട്ടോ ഒക്കെ എടുത്തതാണ്. അതുകൊണ്ട് ആ വീഡിയോസൊക്കെ എടുത്തു. അത് കഴിഞ്ഞിട്ട് പിന്നെ അവിടെ ഇരുന്ന് കുറച്ച് നേരം വെയിറ്റ് ചെയ്തു. നമ്മുടെ കല്യാണ ചെറുക്കൻ്റെ വണ്ടിയാണ് അത്. അപ്പോൾ റോഡിൻ്റെ അപ്പുറത്ത് പാർക്ക് ചെയ്തിട്ടുണ്ട്. നമുക്ക് കൈയൊക്കെ കാണിക്കും അവിടെ ഇരുന്നുണ്ട് എല്ലാവരും. അപ്പോൾ ഞങ്ങളുടെ പിന്നെ പാട്ടൊക്കെ പാടി അങ്ങ് പോവുകയാണേ. ഇപ്പോഴത്തേക്കും വണ്ടിയൊക്കെ ഫില്ലായി അത്യാവശ്യം. പിന്നെ ഞങ്ങൾ യാത്രയൊക്കെ സ്റ്റാർട്ട് ചെയ്തു. നല്ല ഞാനും അശ്വതിയും കൂടെ അത്യാവശ്യം പാട്ടൊക്കെ പാടി അടിച്ചു പൊളിച്ച് പോവുകയാണ്. നമ്മുടെ എല്ലാ റിലേഷൻസ് ഉള്ള ആൾക്കാരും ഉണ്ട്. പിള്ളേരുടെ കനിക്ക് പിന്നെ കൊച്ചു പിള്ളേരുണ്ടെങ്കിൽ അവൾ ഹാപ്പിയാണ്. എനിക്കിപ്പോൾ ഇവർ രണ്ടുപേരൊക്കെയാണ് ഫേവറേറ്റ്.
കസിൻസ് പിള്ളേർക്ക് ഇപ്പോഴെങ്ങനെയല്ലേ മീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. പണ്ടൊക്കെ നമ്മൾ അടുത്ത് നിന്നപ്പോഴേ നമുക്കങ്ങനെ ഒന്നും അറിയില്ല. ഇപ്പം നമ്മൾ പല സ്ഥലത്തായപ്പോഴാണ് അതിൻ്റെ ഒരു ഇത്. നമുക്ക് മെയിനായിട്ട് വണ്ടി കയറി കഴിഞ്ഞാൽ പാട്ട് പാടുക, ഡാൻസ് കളിക്കുക, ഇതൊക്കെയാണ്. പിന്നെ അങ്ങോട്ട് പോകുമ്പോൾ നമ്മുടെ മേക്കപ്പും കോസ്റ്റ്യൂം ഇതൊക്കെ പോകണ്ടെന്ന് വിചാരിച്ചില്ല അനങ്ങാതിരുന്ന് കേട്ടോ. പിന്നെ അവിടെ ചെന്നിട്ട് പിന്നെ നമ്മൾ റിസപ്ഷനൊക്കെ കഴിഞ്ഞു. പിന്നെ വീഡിയോ എടുക്കാൻ ഞാൻ ഏൽപ്പിച്ചിരിക്കുന്നത് എൻ്റെ മോളെയും അശ്വതിയുടെ മോനെയുമാണ്. അതുകൊണ്ട് ഇവർ രണ്ടുപേരും എങ്ങനെയൊക്കെയാണോ എടുത്തേക്കുന്നത് എനിക്കറിയത്തില്ല. അതുകൊണ്ട് എനിക്ക് ഇങ്ങനെ ലാൻഡ്സ്കേപ്പ് വീഡിയോസ് കിട്ടിയിട്ടില്ല അധികം. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിങ്ങനെ ചെറുതായിട്ട് നമ്മുടെ ഷോർട്സ് പോലൊക്കെയാണ് ഇപ്പം വീഡിയോ കിട്ടിയേക്കുന്നത്. എന്തായാലും പിന്നെ അതുകൊണ്ട് ഞാനങ്ങനെ ഒന്നിച്ചങ്ങ് ഒരു ലോങ് വീഡിയോ ആക്കി എടുക്കാമെന്ന് വിചാരിച്ചത്. അപ്പോൾ റിസപ്ഷനൊക്കെ ആയിരുന്നു. ഞാനും അതിൻ്റെ ഒരു ഭാഗമാകാൻ പറ്റി. അതിൽ വളരെ ഹാപ്പി ആയിരുന്നു ഞാൻ. എന്തായാലും നമുക്ക് വരാൻ പറ്റി. ഇതാണ് ടെമ്പിൾ ലുക്കായിരുന്നു. നമ്മൾ ചെന്നപ്പോൾ ഉടുത്തിരുന്ന സാരിയാണ്. നല്ല രസമാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പിന്നെ കൊണ്ടുവന്ന സാരിയൊക്കെ നമ്മൾ കൈ കൊടുത്തിട്ട് പിന്നെ അത് ഡ്രസ്സൊക്കെ മാറി പിന്നെ എന്തൊക്കെ വീഡിയോ എടുത്തതെന്ന് പറഞ്ഞാൽ കയ്യിൽ ഫോൺ കിട്ടിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. ഞാനും ആ ഫോൺ പിള്ളേരെ ഏൽപ്പിച്ചിട്ട് അങ്ങ് പോയത്. ഇഷാനും കനിയും കൂടാണ് വീഡിയോ ഒക്കെ എടുത്തത്. അങ്ങനെ കാത്തിരുന്ന ആ സമയം അങ്ങ് എത്താൻ പോവാണേ. എല്ലായിടത്തും ഇങ്ങനെയൊക്കെ തന്നെയാണ്. എന്നാലും നമുക്കത് കണ്ടപ്പോൾ ഒരു പ്രത്യേക സന്തോഷം ഒക്കെ തോന്നി. സാധാരണ നമ്മുടെ പെൺകുട്ടികളുടെ കല്യാണമൊക്കെ ആണെങ്കിൽ ഞാൻ ഭയങ്കര ഇമോഷണൽ ആവാറുണ്ട്. നമ്മുടെ റിലേഷൻ അല്ലെങ്കിൽ പോലും ആരുടെയെങ്കിലും കല്യാണം കാണുമ്പോൾ എനിക്ക് പെട്ടെന്നൊന്ന് കണ്ടതാണ്. ഇപ്പം പെൺപിള്ളേർ നമ്മുടെ അതുവരെയുള്ള ഒരു ലൈഫിൽ നിന്ന് മാറി അവർ വേറെ ലൈഫിലോട്ട് പോവല്ലേ. പക്ഷെ ഇതിപ്പോൾ നമ്മുടെ പയ്യൻ്റെ കല്യാണവും നമുക്ക് പെൺകുട്ടിയും നമ്മുടെ പരിചയമുള്ള ആളുടെ എനിക്കൊന്നും ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ. ഞാനത് മനസ്സിൽ ഓർക്കുകയും ചെയ്തു. വഴിയുടെ അച്ഛനാണ് പിന്നെ മാലയെടുത്ത് കൈ കൊടുത്തിട്ട് പ്രാർത്ഥിച്ചിട്ട് അവരങ്ങനെ കാത്തിരുന്ന നിമിഷമെത്തി. അവരുടെ പയ്യൻ്റെ സഹോദരിയായിട്ട് ഞാനാണ് നിന്ന് താലി കെട്ടാനൊക്കെ നിന്നത്. എനിക്ക് അങ്ങനെ ഒരു ഭാഗ്യമായിട്ട് ഞാനത് കരുതുന്നു. അങ്ങനെ നമ്മൾ കാത്തിരുന്ന കല്യാണമൊക്കെ കഴിഞ്ഞു. ഇനി വൈകിട്ടത്തെ റിസപ്ഷനൊക്കെ ചേട്ടനൊക്കെ വരും. പിന്നെ അത് കഴിഞ്ഞ് ആ പ്രോഗ്രാമൊക്കെ കഴിഞ്ഞ് ഞാൻ തിരിച്ചു പോകും. അപ്പോൾ പിന്നെ ഇനി തിരിച്ചു പോകാറായല്ലോ എന്നിങ്ങനെ വിചാരിച്ച് ഞാനിങ്ങനെ ഇരിക്കുകയാണ്. എന്തായാലും ഇനി അടുത്ത ആഴ്ച തന്നെ എനിക്ക് വേറൊരു കസിൻ്റെ കല്യാണമുണ്ട്. അപ്പോൾ ഞങ്ങൾ വീണ്ടും വരും. എനിക്കിതൊക്കെ ഭയങ്കര സ്പെഷ്യലാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിതൊക്കെ ഇങ്ങനെ വീഡിയോ എടുത്ത് സൂക്ഷിക്കുന്നത്. നിങ്ങളെല്ലാവരും കൂടെ ഇരുന്നൊരു ഫോട്ടോ ഒക്കെ എടുത്തു. പക്ഷെ ഇന്ന് പലരും മിസ്സിങ് ആയിരുന്നു. എല്ലാവരും അവിടെ ആയിപ്പോയി. നമ്മൾ ഒരാളെ വിളിച്ചിട്ട് വരുമ്പോൾ അടുത്ത ആൾ മിസ്സിങ് ആവും. എന്തായാലും ഉള്ളവരെല്ലാവരും കൂടി വെച്ചിട്ട് ഫോട്ടോയൊക്കെ എടുത്ത് വൈകിട്ടത്തെ റിസപ്ഷനും കഴിഞ്ഞ് റിസപ്ഷൻ്റെ ഫോട്ടോയാണ് ഇത്. റിസപ്ഷനും പിന്നെ അധികമൊന്നും എടുക്കാൻ പറ്റില്ല. ഞാൻ വരുന്ന തിരക്കായിപ്പോയി. അധികം അവിടെയും കുറച്ച് വീഡിയോസ് മാത്രം എടുത്തു. ജസ്റ്റ് ഒന്ന് ഞങ്ങൾ ചെന്നപ്പോൾ ഉള്ള വീഡിയോസ്. പിന്നെ അങ്ങ് തിരക്കായിപ്പോയി. അവിടെയും തിരക്കായിപ്പോയി. ഞാനും പോകുന്ന തിരക്കായി. അങ്ങനെ ഇത്രയേ ഉള്ളൂ എൻ്റെ വിശേഷം. ബൈ.